ഏകജാലക അലോട്ട്മെൻറ്റ് സ്വന്തം മൊബൈലിലൂടെ നമുക്ക് നോക്കാൻ പഠിക്കാം. വിദ്യാർത്ഥികൾ തന്നെയാണ് അവരുടെ സ്വന്തം അലോട്ട്മെൻറ്റ് പരിശോധിക്കേണ്ടത്. അപ്പോൾ സ്വന്തം മൊബൈൽ ഫോണിലൂടെ തന്നെ നമുക്ക് നോക്കാനുള്ള പാഠമാണ്, ട്യൂട്ടോറിയലാണ് ഇവിടെ നൽകുന്നത്. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ HSCAP എന്ന് ടൈപ്പ് ചെയ്യുകയാണ് വേണ്ടത്. HSCAP എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഗൂഗിളിൻ്റെ അലോട്ട്മെൻറ്റ് പേജ് തുറന്നു വരുന്നു. അപ്പോൾ ഇങ്ങനെ കാണുന്ന ഈ ലിങ്കിൽ നിന്നും നമുക്ക് ഒഫീഷ്യലായിട്ട് HSCAP എന്ന സൈറ്റിലേക്ക് തന്നെ പ്രവേശിക്കുന്നു. ഒന്ന് സൂം ചെയ്യുമ്പോൾ നമുക്ക് കാണാം കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് കാണുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ 2025-26 മുതലുള്ളൊരു പ്രധാന പ്രത്യേകത കൂടി ഞാൻ പറയുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്ത് യൂസർ നെയിം നിങ്ങളുടെ 2511 എന്നൊക്കെ തുടങ്ങുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്പറാണ് യൂസർ നെയിമായി കൊടുക്കേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ പാസ്വേഡാണ് ടൈപ്പ് ചെയ്യേണ്ടത്. പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ത് എന്ന് പറഞ്ഞാൽ, ഒരു അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടാവും, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കും, അതുപോലെ നമ്പർ ഉണ്ടായിരിക്കും. ഇവ തെറ്റിക്കാതെ അടിക്കണം. നമുക്കറിയാമല്ലോ, പാസ്വേഡ് പലതവണ തെറ്റിച്ചടിച്ചാൽ ബ്ലോക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ജില്ല സെലക്ട് ചെയ്യുന്നു. ഏത് ജില്ലയാണ് എന്നിവിടെ ടച്ച് ചെയ്ത് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം മൊബൈൽ ഫോണിലേക്ക് ഒരു OTP വരുന്നു. ആ OTP നൽകാതെ മറ്റാർക്കും ഈ നിങ്ങളുടെ അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല എന്നോർക്കുക. മറ്റാരെ കൊണ്ട് നിങ്ങൾ തുറക്കാൻ ശ്രമിച്ചാലും നിങ്ങളുടെ OTP ഇല്ലാതെ തുറക്കാൻ സാധിക്കില്ല. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ഇപ്രകാരം ഒരു OTP വരുന്നതിനും മറ്റുള്ളവരുടെ സഹായം തേടി തുറക്കുന്നതും വളരെ ബുദ്ധിമുട്ടായ പ്രവർത്തനമായതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, HSCAP എന്ന് അടിച്ചു നോക്കുക, കാൻഡിഡേറ്റ് ലോഗിൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾ തന്നെ ഒന്ന് തുറന്ന് നോക്കുക എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്.